സുജിത്തും ഞാനൊക്കെ ക്രിക്കറ്റ് ഒരുമിച്ച് കളിച്ചാണ് വളർന്നതിന് ശേഷം കേട്ടോ, പ്രായതിനു ശേഷം. സുജിത്ത് ഇവിടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഒരു ഹാർഡ് ഹിറ്റർ ബാറ്റ്സ്മാനാണ്. അതേപോലെ തന്നെ ഒരു ഉഗ്രൻ ഫിലിം മേക്കറാണ് അദ്ദേഹം. ഒരു കൊറിയൻ പടത്തിൽ എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ ആ സമയത്ത് ഡേറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതിനും ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ വിളിച്ചപ്പോഴത്തേക്കും എന്തായാലും ഈ പടം എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവർ തുടങ്ങുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൺഫ്യൂഷൻ മാറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് തുടങ്ങുന്ന സമയത്ത് ഇവർ തന്ന ഡേറ്റ്സ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് സുജിത്ത് പറയണത്, നമ്മുടെ പ്രൊഡ്യൂസർ അനിലേട്ടനുണ്ട്, അനിലേട്ടൻ നിങ്ങളെന്ന് വിളിക്കുമെന്ന്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, സുജിത്ത് എന്തിനാണ് പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത്? നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പം ഹരിച്ചേട്ടനായിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഡേറ്റ്സിന്റെ കാര്യം അല്ലെങ്കിൽ റെമ്യൂണറേഷന്റെ കാര്യമൊക്കെ. അല്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അനിലേട്ടൻ എന്നെ പിറ്റേ ദിവസം തന്നെ വിളിച്ചു. ഫസ്റ്റ് കോളിൽ തന്നെ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ, ഭയങ്കര ജെം ഓഫ് എ പേഴ്സൺ. സീരിയസ്ലി ഞാൻ മനസ്സിൽ നിന്ന് പറയുകയാണ്, ഞാൻ വളരെ അപൂർവമായിട്ടാണ് ജീവിതത്തിൽ, സിനിമയിൽ മാത്രമല്ല പൊതുവെ നമ്മൾ ഇത്രയും ജെമ്മായിട്ടുള്ള ആൾക്കാരെ, അല്ലേട്ടനായിട്ട് അത്രയും നമുക്ക് പെട്ടെന്ന് അല്ലേട്ടൻ എന്നെ പറ്റി സഹോദരൻ എന്ന് പറഞ്ഞാൽ എനിക്കും അതേപോലത്തെ ഫീലിംഗ് ആണ് അല്ലേട്ടനോട്. അത്രയും നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ട് ദൈവം ഈ പടത്തിനെ രക്ഷിക്കുമെന്നാണ് എൻ്റെ അല്ലേട്ടൻ്റെ നല്ല മനസ്സ്, സുജിത്തിന്റെ ഇത്ര നാളത്തെ കഷ്ടപ്പാടും ഫിലിം മേക്കിങ്ങും. പിന്നെ എടുത്തു പറയേണ്ട ഒരാള് സംഗീതാണ്. സംഗീതത്തിന്റെ മികച്ച ക്യാമറ വർക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ. ഫസ്റ്റ് സീൻ കിൻഫ്രയിൽ എടുത്തപ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് കണ്ട് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മള് സംഗീതത്തിനെ പറ്റി ഇതുവരെ സംഗീതം എനിക്കറിയായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു ക്യാമറമാൻ എന്നുള്ളത് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്. അങ്ങനെ എനിക്കിനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. എല്ലാം ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇല്ലാത്ത കുറച്ച് സീൻസും ഒക്കെ ഞാൻ കണ്ടു നോക്കി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് പഴയ നമ്മുടെ ദീപകിനെ പോലെയുള്ള പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റി. വീണ്ടും ഞങ്ങൾ കോളേജുമാരിൽ ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് പേരുടെ പേരെനിക്കറിയില്ലേ. നമ്മള് ഈ ഒരവസരം നമുക്ക് സൃഷ്ടിച്ചു തന്ന അനിലേട്ടനുള്ള നന്ദി, അതോടൊപ്പം തന്നെ അനിലേട്ടന്റെ പ്രിയങ്കരിയായ മോള് ഭാഗ്യയ്ക്ക് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഞാൻ ഇതോടെ നിൽക്കാൻ കാരണം സുജിത്താണ്. ഞങ്ങള് ഒരു കുറെ വർഷങ്ങൾക്കുള്ള പരിചയമുണ്ട്. കഴിഞ്ഞ ഞാൻ ഫോമയുടെ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കയുടെ ഇന്റർനാഷണൽ ലീഡറാണ്. അതിന്റെ കുറെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സുജിത്താണ് ആ വർക്കുകളെല്ലാം ചെയ്തത്. പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നത് പോലെ ചെയ്തു തന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇംപ്രഷനായിരുന്നു. ആ ഇംപ്രഷൻ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലാവുന്നത്. അതല്ല എങ്കിൽ ഒരു 15 വർഷം കൊണ്ട് എനിക്ക് വളരെ എന്റെ ക്ലോസ് ഫ്രണ്ട്സും മറ്റവരൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും സിനിമ ഫൈലിലേക്ക് വരാനും അവര് എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നില്ലായിരുന്നു. അതെന്തായാലും താങ്കൾ നൽകി തന്നു. വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. രാവും പകലും ഇല്ലാതെ ഉറക്കമൊഴിഞ്ഞ് അദ്ദേഹം സ്ക്രിപ്റ്റ് എടുത്തും ഇതിന്റെ പുറകെ 6-8 മാസം കൊണ്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ എന്റെ ഒരു ഗട്ട് ഫീലിംഗ്, മാധവ് സുരേഷ് സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ഒരു മൂവി ആയിരിക്കും എന്നാണ് ഞാൻ എന്റെ ഒരു ഗട്ട് ഫീലിംഗ്, എന്റെ ഫാമിലിയുടെ ഒരു റിയൽ വിലയിരുത്തൽ. സൈജുവിനെ ഞങ്ങള് മൂവിയിലൂടെ കണ്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ജെം ഓഫ് എ പേഴ്സൺ, ഒരു നിവൃത്തിയില്ല, യാതൊരുവിധ ഞാടയില്ലാത്ത ഇത്ര